2009 നടന്ന ഈ കൊലപാതകം ഏകദേശം 15 വർഷം കഴിഞ്ഞപ്പോൾ അതിന് തെളിവ് വന്നിരിക്കുന്നു. നമുക്ക് ഇതുപോലെയുള്ള കേസുകൾ കേരളത്തിൽ ധാരാളമുണ്ട്. അത് അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടവരാരും ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. കാരണം ഇതൊരു ടിപ്പിക്കലായിട്ടുള്ള ഒരു കേസാണ്, ഒരു പാഠമാണ് എല്ലാവർക്കും. കൊലപാതകം ചെയ്ത് തെളിവ് നശിപ്പിക്കാം എന്ന് കരുതുന്നവരൊക്കെ ശ്രദ്ധിച്ചോളൂ, അത് നടക്കില്ല. കേരള പോലീസിൻ്റെ അടുത്ത് ആ വേല നടക്കില്ല. അത് ശാസ്ത്രീയമായി തെളിയിച്ച് പ്രതികളെ തീർച്ചയായിട്ടും കയ്യാമം വെക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ചെങ്ങന്നൂർ DYSPക്കും ആലപ്പുഴ SP-ക്കും ഞാൻ അവർക്ക് രണ്ടുപേരെയും വളരെയധികം അഭിനന്ദിക്കുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. കാരണം 15 വർഷത്തിന് ശേഷം സാധാരണഗതി പല പോലീസ് ഓഫീസേഴ്സും അതൊക്കെ ഇഗ്നോർ ചെയ്ത് കളയും. ഇതിൻ്റെയൊക്കെ പുറകെ നമ്മളെന്തിനാണ് നടക്കുന്നത്, നമുക്ക് പെൻഷൻ കിട്ടിയെന്നതിന് തടസ്സമാവോ എന്നൊക്കെ. പക്ഷേ രണ്ടുപേരും ഇതിൻ്റെ പിന്നാലെ പോയി ആ മാൻ മിസ്സിങ് കേസിൻ്റെ അതിനകത്തൊരു മർഡറാണ് ഉണ്ടായത് എന്ന് കണ്ടെത്തിയത് തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കാതിരിക്കാനല്ല ഒക്കില്ല. ഗവൺമെൻറ് രണ്ടുപേരെ അഭിനന്ദിക്കണം. അതിനകത്ത് സർക്കിൾ ഇൻസ്പെക്ടറും SI-മാരും പോലീസുകാരും ഒക്കെ എത്ര ആത്മാർത്ഥത കൂടെയാണ് ആ കക്കൂസിൻ്റെ അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ എടുക്കുന്നത്, സ്ലാബ് മാറ്റുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടു. ഏതായാലും അതാണ് ഇൻവെസ്റ്റിഗേഷന്, പക്കാ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അതാണ് ഓരോ എവിഡൻസും നമുക്ക് നഷ്ടപ്പെടാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെല്ലാവരും ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും അവരെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏതായാലും സർക്കാർ ഈ സോമന് ഒരു ലാസ്റ്റ് ഗൈഡ് ജീവനക്കാരൻ്റെ ഒരു ഉദ്യോഗം കൊടുക്കണം. നമുക്ക് സോമൻ്റെ സേവനം ആവശ്യമാണ്. അത് DGP ശ്രദ്ധിക്കണം. അതിനകത്ത് DGPയുടെ ഓർഡർ മതിയാവും, അല്ലെങ്കിൽ ആലപ്പുഴ SP-യുടെ ഓർഡർ മതിയാവും ഒരു ലാസ്റ്റ് ഗൈഡ് ജീവനക്കാരനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന്. അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു സാങ്ഷൻ സബ്സിക്വൻ്റായിട്ട് വാങ്ങിച്ചാൽ മതി. ഇദ്ദേഹത്തിന് എല്ലാ മാസവും ഒരു ശമ്പളം കിട്ടത്തക്ക രീതിയിൽ ലാസ്റ്റ് ഗൈഡ് ജീവനക്കാരൻ്റെ ബേസിക് പേയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൊടുക്കണം. കാരണം അത് നമ്മുടെ ഒരു കടമയാണ്. കാരണം ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വന്ന് പോലീസിനെ ഹെൽപ്പ് ചെയ്യാനും എവിഡൻസ് നശിക്കാതെ അത് ശേഖരിക്കാനുമുള്ള കഴിവ് സോമനുണ്ട്. കാരണം പല എക്സ്പീരിയൻസ് പല കേസിൻ്റെ ഇതുകൊണ്ടാണ് സോമൻ അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും അദ്ദേഹത്തിനെയും തീർച്ചയായിട്ടും തിരുവല്ലക്കാരനായ അദ്ദേഹത്തിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. സോമനെ ഇതിനു മുമ്പ് നമുക്കറിയാം, എലന്തൂർ മനുഷ്യക്കുരുതിയുടെ സമയത്തും അവിടെ 2-3 പേരുടെ മൃതദേഹം പല സ്ഥലങ്ങളിലും കുഴിച്ചിട്ട സമയത്തും പോലീസിന് സോമൻ്റെ സേവനം ലഭിച്ചു. സോമൻ വളരെ ഈ ഒരു കാര്യത്തിൽ വളരെ എക്സ്പെർട്ടാണ്. ഫോറൻസിക്കാരെ പോലെ തന്നെയാണ്. മനുഷ്യ ശരീരത്തിലെ ഈ വേസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ ഈ കക്കൂസിനകത്തുനിന്ന് ആ ചെളി വാരി അതിനകത്തുനിന്ന് മുടിയുടെ അംശമായിരിക്കാം, കുറച്ച് മുടിയുടെ അംശം കിട്ടിയിട്ടുണ്ട്, പിന്നെ നഖം കിട്ടിയിട്ടുണ്ട്, പല്ല് കിട്ടിയിട്ടുണ്ട്, എല്ലുകളുടെ ചില അംശങ്ങൾ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു വള ലഭിച്ചു ആ പെൺകുട്ടിയുടെ. ഏതായാലും ഈ ലഭിച്ച സാധനങ്ങളെല്ലാം പോലീസ് ഭദ്രമായിട്ട് കണ്ടെടുത്തു. ഇത് ഒരു മഗസറിലാണോ എടുത്തത് എന്നെനിക്കറിയില്ല. ഒരു മഗസറിൽ തന്നെ ആയിരിക്കണം. മഗസർ എന്ന് പറഞ്ഞാൽ ഇൻക്വസ്റ്റിൽ തന്നെ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഒരു കൈയാണല്ലോ ശരി, അത് കിട്ടിയാൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. കാരണം അതൊരു മഗസർ എഴുതിയാൽ ഒക്കില്ല. ഇവിടെ ആ കുട്ടിയെ കൊന്നു, കുഴിച്ചിട്ടു, 15 വർഷത്തിന് ശേഷം കുറച്ച് സെഡിമെൻ്റ് ചില അംശങ്ങൾ കിട്ടിയപ്പം അത് ഒരു ഇൻക്വസ്റ്റ് തന്നെയാണ് തയ്യാറാക്കേണ്ടത്. അപ്രകാരം ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അവിടുന്ന് പല സാധനങ്ങളും ഈ സോമൻ അവിടുന്ന് കൈകൊണ്ട് ഞെരടി പിടിച്ചുമൊക്കെ ചില സാധനങ്ങളൊക്കെ പോലീസിൻ്റെ ആ ഒരു മുമ്പിൽ കൊടുക്കുകയുണ്ടായി. അത് പോലീസ് മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ പ്രാഥമിക ലുക്കിൽ ആണെന്ന് കരുതും. അതിനൊരു എക്സ്പെർട്ടാണ് സോമൻ. കാരണം നഖം, അതുപോലെ തന്നെ വള ലഭിച്ചു, മുടി ലഭിച്ചു, പല്ല്, എല്ലുകൾ, ഇതൊക്കെ അദ്ദേഹത്തിന് കുറച്ച് ഫോറൻസിക്കുകാരെ പോലെ തന്നെ നിശ്ചയമുണ്ട്. കാരണം നേരത്തെ പല സന്ദർഭങ്ങളിലും ആ എലന്തൂരിലെ അവിടുത്തെ മനുഷ്യ ശരീരത്തിൻ്റെ ചില അംശങ്ങൾ, അതിൻ്റെ ചില എല്ലും കഷ്ണങ്ങൾ, അതിന് ചില പദാർത്ഥങ്ങളൊക്കെ സോമനാണ് പോലീസിന് എടുത്തു കൊടുക്കുന്നത്. ഒരു എക്സ്പെർട്ടിൻ്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻ തന്നെയാണ് സോമൻ്റെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മനുഷ്യ ശരീരത്തിലെ ചില അവയവങ്ങളുടെ ഭാഗങ്ങൾ കണ്ടാൽ സോമന് മനസ്സിലാവും. അതാണ് അവിടുന്ന് ഇത്രയും സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് സോമൻ്റെ സേവനം വലിയ വിലപ്പെട്ടതാണ്.
കേരളത്തിൽ അതുപോലെയുള്ള ഒരാളെ നമുക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം 3-4 കേസിനകത്ത് നമ്മളിപ്പോൾ സോമൻ്റെ സേവനം കണ്ടു. ഒരു ഫോറൻസിക് എക്സ്പെർട്ടിൻ്റെ ആ സേവനത്തെക്കാട്ടിലും അവർ പോലും ഇത്രയും ഈ വേസ്റ്റിനകത്ത് ഈ ചെളിക്കകത്തുനിന്ന് കണ്ടെത്താനായിട്ട് കഴിയില്ല, വലിയ പാടാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം അതിനകത്ത് കൈയിട്ട് ഗ്ലൗസ് ഇട്ടിട്ട് കൈയിട്ട് ഓരോന്നും ഞെരടി ചില ഭാഗങ്ങൾ പോലീസിനെടുത്ത് കൊടുത്തിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇദ്ദേഹത്തിൻ്റെ സേവനം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ, ഇദ്ദേഹത്തിന് ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിട്ട് തീർച്ചയായിട്ടും പോലീസ് എടുക്കണം. കാരണം ഇതുപോലുള്ള സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് വേണം. പല സ്ഥലങ്ങളിൽ നമുക്കറിയാം ഇദ്ദേഹത്തിന് എൻ്റെ സേവനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ വൈറ്റൽ എവിഡൻസാണ്. കോടതിയിൽ അത് ഇദ്ദേഹം മൊഴി കൊടുക്കും, അദ്ദേഹം കണ്ടെത്തിയ വിവരങ്ങളൊക്കെ പറയും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം, മുഖ്യമന്ത്രിയും DGPയും ശ്രദ്ധിക്കണം. ഇതുപോലുള്ളൊരു എക്സ്പെർട്ടിനെ നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിട്ട് പോലീസിലെ ഒരു ജോലി, അത് വലിയ ചിലവൊന്നും വരുന്ന കാര്യങ്ങളല്ല, അപ്പോയിൻമെൻറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ഈ തരത്തിൽ പറയുന്നത്. കാരണം അദ്ദേഹം ഒരു എക്സ്പെർട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ വിടരുത്. പല സ്ഥലങ്ങളിലും, കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ആവശ്യമാണ്. അദ്ദേഹത്തിന് സർക്കാർ ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.